എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു നമുക്കൊപ്പം ചേരുന്നു. കെ രേവതി ബാബു, നമസ്കാരം. രേവതി ബാബു, നമസ്കാരം. നമസ്കാരം. ഇനിയിപ്പോൾ അങ്ങോട്ട് സമരത്തിന്റെ കാലങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ചും ഈ ബ്രൂവറിയുടെ അനുമതിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ. തീർച്ചയായും വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. വരുന്നത് സ്മോൾ അല്ല, ഒരു ലാർജ് പദ്ധതിയാണ്. അതെ, അതുകൊണ്ട് സമരത്തിന്റെ കടുപ്പവും കൂടാനാണ് സാധ്യത. ശ്രീമതി കെ രേവതി ബാബു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ഒരു ശൈലിയുള്ള ആളാണോ ഇന്ന്, അതോ രാവിലെ ആയതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കൂളാണ്. അല്ല, ഞാൻ ജനങ്ങളോടൊപ്പമാണ്, കർഷകരോടൊപ്പമാണ്. ഇതൊരു വലിയ പ്രശ്നമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടുത്തെ, ഞാൻ മനസ്സിലാക്കുന്നത് 6ാം വാർഡല്ലേ ഈ പദ്ധതി പ്രദേശം വരുന്നത്? അതെ അതെ അതെ. ആ വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നു? ഇവർ ഈ സ്ഥലം വാങ്ങിച്ചിട്ടത് അറിഞ്ഞു കാണും. ഈ സ്ഥലം വാങ്ങിച്ചിട്ടത് എന്തിനെന്നാണ് അന്ന് 2-3 വർഷമായില്ല ഇപ്പോൾ വാങ്ങിയിട്ട് അന്ന് പറഞ്ഞത്? ഇല്ല, നമ്മളാരും അറിയില്ല. അതായത് അവിടെ പണ്ട് ഒരു വിക്ടറി പേപ്പർ മില്ലുണ്ടായിരുന്നു ആ പ്രദേശത്ത്. അത് പിന്നീട് പൂട്ടിപ്പോയി. അപ്പോൾ ആ ഭാഗം കുറേയൊക്കെ കൃഷി നടത്തുന്നുണ്ട്, കുറേയൊക്കെ തരിശ് കിടക്കുന്നുണ്ട്, കുറേ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലുള്ള മുള്ളു ചെടികൾ നിറഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സ്ഥലം വാങ്ങിയിട്ടപ്പോൾ നമുക്കറിയില്ല, ഇത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിയെടുത്തതാണ്. ഇതോടൊപ്പം തന്നെ ആ സ്ഥലത്തിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഒരു സ്ഥല കച്ചവട ലോബിയുടെ കൂടി കുറേ കളികൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഈ സ്ഥലം വാങ്ങിയതിൽ ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ, ഒരു കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിൽ 1 ഏക്കർ അവരുടെ സ്ഥലം, കുടുംബ സ്വത്ത് 1 ഏക്കർ സ്ഥലം കാണുന്നില്ല. അവരറിയുന്നത് ഈ കമ്പനിക്കാർ വന്ന് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ്, സ്ഥലം നകത്തലും മറ്റുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. അതായത് അവരുടെ അച്ഛൻ അമ്മയുടെ പേരിലുള്ള സ്ഥലമാണ്, ആറു പാറു എന്നുള്ളവരുടെ പേരിൽ. അവർ മരണപ്പെട്ടാൽ ഈ മക്കളൊക്കെ അവകാശികളല്ലേ, പേരമക്കളൊക്കെ അവകാശികളല്ലേ. അവരൊന്നും അറിയാതെ എങ്ങനെയാണ് ഈ സ്ഥലം നഷ്ടപ്പെട്ടു പോകുന്നത്? അപ്പോൾ അത് ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട്, അതുകൂടി പുറത്ത് വരാനുണ്ട്. 2024 ഇങ്ങനൊരു കമ്പനി ഈ സ്ഥലം തരംതിരിക്കലുമായി ബന്ധപ്പെട്ടും കൊണ്ട്, ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ടും കൊണ്ട് നമുക്കൊരു അപേക്ഷ തന്നപ്പോൾ അപ്പം തന്നെ ഇത് കൃഷിസ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശിക നിരീക്ഷണ സമിതി, അതിൻ്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണല്ലോ, പ്രാദേശിക നിരീക്ഷണ സമിതി RDOയ്ക്ക് റിപ്പോർട്ട് കൊടുത്തതാണ്. ഈ സ്ഥലം കൃഷിസ്ഥലമാണ്, യാതൊരു കാരണവശാലും ഭൂമി തരം മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഉടനെ തന്നെ RDO നിരസിച്ചും കൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾക്ക് അത് കഴിഞ്ഞു. ഒയാസിസ് കമ്പനി എന്ന് മാത്രമേ അറിയുള്ളൂ. അത് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഞാൻ സെക്രട്ടറിയുമായിട്ട് ആലോചിക്കുന്നത്, സെക്രട്ടറി നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കമ്പനി നിലവിൽ വരുന്നതായോ അതല്ലെങ്കിൽ ഒരു ഡിസ്റ്റിലറി യൂണിറ്റോ മദ്യ ഉത്പാദനമോ തുടങ്ങുന്നതായിട്ടോ വല്ല അപേക്ഷകളോ മറ്റോ ഒക്കെ വന്നിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇതുവരെ ഒരു അപേക്ഷയും തന്നിട്ടില്ല. ഒരു 6 മാസം മുൻപ് സെക്രട്ടറിയോട് ഓൺലൈനായിട്ട് വ്യവസായ വകുപ്പിൻ്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിച്ചു അത്രേ, ഇവിടെ ഒയാസിസ് പറയുന്ന ഒരു കമ്പനി ഡിസ്റ്റിലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് പഞ്ചായത്തിൽ നിന്ന് ആരുടെയെങ്കിലും പരാതി വന്നിട്ടുണ്ടോ, കർഷകരുടെയോ ജനങ്ങളുടെയോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഒയാസിസ് എന്നുള്ള കമ്പനിയെക്കുറിച്ച് അറിയില്ല, ഇവരെന്ത് തുടങ്ങുന്നു എന്നറിയില്ല, ജനങ്ങളിതൊന്നും അറിയില്ല, പഞ്ചായത്ത് ഭരണാധികാരികൾ അറിയില്ല, പിന്നെ എവിടെ നിന്നാണ് പരാതി വരുന്നത്? കാഷ്വലായിട്ട് സെക്രട്ടറി പറഞ്ഞു ഇവിടെ ആരുടെയും പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ അതുകൂടി ഒരു പക്ഷേ ഇവരൊരു ശ്രീമതി കെ രേവതി ബാബു, അവിടെ ഒരു അപകടമുണ്ട്. അപ്പോൾ 6 മാസം മുൻപ് പഞ്ചായത്തുമായി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നുള്ളത് ഇതിനകം തന്നെ മിനിറ്റ്സ് ആക്കിയിട്ടുണ്ടാകും. സർക്കാർ സേഫാണ് അവിടെ. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ 6 മാസം മുൻപേ പഞ്ചായത്ത് സെക്രട്ടറിയെ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്ന് പറയാൻ കഴിയുമോ അവർക്ക്? അറിയില്ല. കാരണം സെക്രട്ടറി പറയുന്നത് ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ വ്യവസായ വകുപ്പിൽ നിന്നും എന്നോട് ചോദിച്ചു.
ഞാനിവിടെ ആരുടെയും പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്, കാരണം ഇങ്ങനെ ഒരു കമ്പനി വരുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം, അതിൽ മാലിന്യവും ജലവും മണ്ണും മലിനമാകും എന്നുള്ള മുൻധാരണയുണ്ടാകാം. ആ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതൽ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം സെക്രട്ടറിയോട് ഇത് ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അറിയുന്നത് മിനിഞ്ഞാന്നാണ് സെക്രട്ടറിയോട് ഇങ്ങനെ വല്ല അപേക്ഷയും ഇന്ന കമ്പനിക്കാരുടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ 6 മാസം മുൻപ് എന്നോട് ഓൺലൈനിൽ 1 സെക്കൻഡ് അത്രേ ചോദിച്ചുള്ളൂ, ഇങ്ങനൊരു കാര്യം ചോദിച്ചു, ഇവിടെ ആരുടെയും പരാതി ലഭിച്ചിട്ടില്ല സെക്രട്ടറിക്ക് എന്നൊരു ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ആ സാങ്കേതിക നടപടിക്രമം വ്യവസായ വകുപ്പിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പാണ് നേരിട്ട് ഈ അനുമതി നൽകുന്നത്. പഞ്ചായത്തിൽ പോയി 3 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ മതിയല്ലോ, അതറിയാമല്ലോ അല്ലേ? അപ്പോൾ ആ രീതിയിൽ നടപടിക്രമം എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, പ്രാദേശിക പ്രതിഷേധമുണ്ടോ എന്നത് ചോദിക്കുന്നു. ഇല്ല എന്നുള്ള മറുപടി രേഖപ്പെടുത്തിയിട്ടുമുണ്ടാകാം. സർക്കാരിന്റെ ഒരു നടപടിക്രമം അനുസരിച്ച് അത് രേഖപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, പ്രാദേശികമായി അവിടെ ലഭ്യമായ ജലസ്രോതസ്സുകൾ, ജലചൂഷണത്തിനുള്ള സാധ്യതകളുണ്ടോ, ഭൂഗർഭ ജലത്തിന്റെ അളവ് എത്രയാണ്, പൈപ്പിട്ട് വെള്ളം കൊണ്ടുവരും അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരുന്നതിനായിട്ടുള്ള കരാർ അത് വാട്ടർ അതോറിറ്റിയുമായി ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നതൊക്കെയാണ് മന്ത്രി പറയുന്നത്. പാലക്കാട്ടുകാരൻ തന്നെയായ എക്സൈസ് മന്ത്രി ഇത് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല, ഇത് രാഷ്ട്രീയമായി എതിർക്കുന്നതാണ് UDF എന്ന് പറയുന്നു. കോൺഗ്രസ് ആണല്ലോ പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ കേവലം ഇതൊരു രാഷ്ട്രീയ വിഷയമാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം മന്ത്രിക്ക് വേണമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് മേനോമ്പാറ ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലം സൊസൈറ്റിയായി രൂപീകരിച്ച ആ ഒരു സംവിധാനത്തിന് ബ്രൂവറീസ് തുടങ്ങാൻ അന്ന് അവിടെ തുനിയുകയും അവിടെ ഭൂഗർഭജലം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയും അതിന് പ്രാദേശികമായി ആ നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായി എതിർക്കുകയും അത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, അന്ന് അവിടെ വന്ന് VK ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ, വീട്ടമ്മമാരുടെ നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ആ പദ്ധതി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. പക്ഷേ എന്നാൽ മന്ത്രിക്ക് ഈ ജലം, വാട്ടർ അതോറിറ്റിയുടെ ജലം ആ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ട് അവിടെ ബ്രൂവറി ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ അവിടെ കൊടുക്കാൻ കഴിയാത്ത ഒരു മന്ത്രി ഇപ്പോൾ ഇവിടെ പുതിയ സംരംഭത്തിന് എന്തിനാണ് തുനിയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് 2009 തുടക്കമിട്ട പൊതുമേഖലാ സ്ഥാപനം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് ഇതുവരെ ഒരു ബോട്ടിലിംഗ് പ്ലാന്റ് പോലും കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിൽ, 15 കൊല്ലമായിട്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടമാണ് നമ്മൾ കാണുന്നത്. പ്രതിഷേധങ്ങൾ ഉയർന്നു, സർക്കാരിന്റെ അനുമതികൾ, ഒപ്പം ബെവ്കോയുടെ ഭാഗത്തു നിന്നുള്ള പണത്തിന്റെ ലഭ്യത, അങ്ങനെ പല കാര്യങ്ങളാൽ തട്ടി നിൽക്കുകയാണല്ലോ ആ പദ്ധതി. അതേക്കുറിച്ച് തന്നെയല്ലേ സൂചിപ്പിച്ചത്? അതെ അതെ. അതിന്റെ കാര്യത്തിൽ ഇല്ലാത്ത താല്പര്യം എന്തുകൊണ്ട് ഒയാസിസിനോട്? എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. അത് നമ്മൾക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. കാരണം ഇതൊരു കാർഷിക മേഖലയാണ്. സാധാരണ കൃഷിക്കാരും കർഷക തൊഴിലാളികളും മാത്രം ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ്. കാർഷിക മേഖലയിൽ നോക്കൂ, നിങ്ങൾക്കറിയാം, എലപ്പുള്ളി എന്നുള്ള പഞ്ചായത്ത് ചിറ്റൂര് ബ്ലോക്കിൻ്റെ കീഴിലാണ് വരുന്നത്. ചിറ്റൂര് ബ്ലോക്കിലെ എലപ്പുള്ളി പ്രദേശം ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്നൊരു ഭൂപ്രദേശമായിരുന്നു. അതിൽ നിന്നും ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ആ ഒരു നേട്ടത്തിനെ ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. കാരണം ഞങ്ങൾ നിരന്തരം ഇടപെട്ടു. ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ടല്ലോ, വെള്ളവും മണ്ണും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന്. ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ളൊരു സ്കീം ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ മണ്ണിലേക്ക് ഇറങ്ങി പണിയെടുക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1 വർഷം കൊണ്ട് ഞങ്ങൾ 68 ഏക്കർ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കിയത്. അപ്പോൾ അതൊക്കെ ഞങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ്. കൃഷിയുടെ കാര്യത്തിൽ കൃഷിമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ വന്ന് അഭിനന്ദിച്ചിട്ട് പോയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഗവൺമെൻറ് പറയുന്നുണ്ടല്ലോ, ഒരു പഞ്ചായത്തിൽ ഒരു മൂല്യവർദ്ധിത ഉത്പന്നം എന്ന്. ഞങ്ങൾ 58ഓളം മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ ഉണ്ടാക്കി ഒരു മാതൃകയാക്കിയ ഒരു പഞ്ചായത്താണ്. അങ്ങനെ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പഞ്ചായത്തിനെ, കുടിവെള്ളത്തിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് പറയാൻ കഴിയും. കാരണം വാട്ടർ അതോറിറ്റിയുടെ കുന്നംകാട്ടുപതി ശുദ്ധജല വിതരണത്തിൻ്റെ പണികൾ ഇവിടെ 50% ആയിട്ടുള്ളൂ. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇനിയും 44 കിലോമീറ്റർ ദൂരവും 2722 വീടുകൾക്ക് ഹൗസ് കണക്ഷനും കൊടുക്കാനുണ്ട് ഇനിയും.
ആ നേരിട്ട് കണക്ഷൻ കൊടുക്കാനുള്ള ഇത്രയും ബാലൻസ് ഉണ്ട്. എൻ്റെ വാർഡിലാണ് ലക്ഷക്കണക്കിന് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് പണിത് പാതിയിൽ നിർത്തിയിട്ട് ആ കരാറുകാരൻ പോയിട്ടുള്ളത്. കാരണം അവർക്ക് പൈസ ലഭിക്കുന്നില്ല. കരാർ പണിക്കാരൻ ആ പണി നിർത്തിവെച്ചിട്ട് പോയി 1 വർഷത്തിലേറെയായി. അപ്പോൾ ഇത്രയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു നടപടി ഇവിടെ നിലനിൽക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ച് ഈ സംവിധാനം പ്രവർത്തിപ്പിക്കും എന്ന് പറയുന്നതിൽ എന്താണ് ഒരു വസ്തുതയുള്ളത്? കാരണം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം പ്രവർത്തിക്കാനായിട്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. സീറോ വേസ്റ്റ് ആണ് എന്ന് പറയുന്നു. എങ്ങനെയാണ് സീറോ വേസ്റ്റ് ആവുന്നത്? കാരണം നമ്മളൊരു വീട്ടമ്മയാണ്, ഞാനൊരു വീട്ടമ്മ കൂടിയാണ്. നമുക്കറിയാം ഒരു വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ എത്രയാണ് എന്നുള്ളത് അറിയാം. ഒരു അടുക്കളയിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങൾ വേസ്റ്റ് എത്രയാണെന്നറിയാം. ഈ 600 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ വേസ്റ്റ് ഒന്നും ഉണ്ടാകില്ലേ? എങ്ങനെ സീറോ വേസ്റ്റ് ആവുന്നത്? അപ്പോൾ അത് ആ മണ്ണിനെയും ജലത്തെയും മലിനമാക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ബ്രൂവറി അനുവദിക്കില്ല എന്ന ഒരു അഭിപ്രായം, അതായത് ഭൂഗർഭജലം ഊറ്റുന്നില്ല എന്നവർ പറയുന്നെങ്കിലും തത്വത്തിൽ നടക്കാൻ പോകുന്നത് ഭൂഗർഭജലം ഊറ്റുന്ന നടപടിയായിരിക്കും എന്നതാണ് പഞ്ചായത്ത് കണക്കാക്കുന്നത്. ഇക്കാര്യത്തിൽ പഞ്ചായത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു. അവർക്ക് പ്രവർത്തനാനുമതി ആയിരിക്കുകയാണ്. 4 ഘട്ടമായി ഒരു സംയോജിത പദ്ധതിയാണ്. അതിന്റെ ആദ്യ ഘട്ടത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ് വരുന്നത്. 2ാം ഘട്ടത്തിലാണ് സ്പിരിറ്റ് നിർമ്മാണം, പിന്നീടാണ് മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ഈ ആദ്യ ഘട്ടത്തിന് പോലും അവിടെ പ്രവർത്തനാനുമതി കൊടുക്കരുത് എന്നതാണ് പഞ്ചായത്തിന്റെ നിലപാട്. തീർച്ചയായിട്ടും ആ നിലപാട് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്, 21-22 കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ ദൗർലഭ്യത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഓരോ വർഷവും 10 ലക്ഷം 12 ലക്ഷം രൂപയ്ക്കാണ് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഞങ്ങൾ, വെറും 2 മാസത്തേക്ക് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത് നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്തിക്കൊണ്ടുവരികയും അല്പസ്വല്പം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 21-22 ഞങ്ങൾക്ക് കേന്ദ്ര ജലശക്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ഏക അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് ഞങ്ങളുടെ എലപ്പുള്ളി പഞ്ചായത്തായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ 3rd പൊസിഷനിലാണ് വന്നത്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയോട് നേരിട്ട് പോയിട്ട് ഞാൻ ഈ അവാർഡ് സ്വീകരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പടിപടിയായിട്ട് പഞ്ചായത്തിനെ മണ്ണും ജലവും സംരക്ഷിച്ചും കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു മദ്യ ഉത്പാദന യൂണിറ്റ്, ഒരു കമ്പനി വരുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്തിനും പ്രകൃതിക്കും മണ്ണിനും കർഷകർക്കും കുടിവെള്ളത്തിനും ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എനിക്കിത് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കൂടി പറയാൻ തോന്നുന്നത്, ഓർമ്മ വരുന്നത്, എൻ്റെ വാർഡിലുള്ള ഒരു സഖാവ്, ഇന്ന് സഖാവ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം സഖാവ് എന്നുള്ള വാക്കിന് ഒരുപാട് വിലയേറിയ അർത്ഥങ്ങളുണ്ട്. തീരെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സേവനം നടത്തുന്ന ഒരു വ്യക്തിയെയാണ് സഖാവ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ അർത്ഥം ആവുന്നത്. പക്ഷെ ഒരു സഖാവ് മദ്യപനായിട്ടുള്ള ഒരു വ്യക്തി ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു. എന്തെന്ന് പറഞ്ഞിട്ടാ? കാരണം 5 കിലോമീറ്റർ ദൂരെ പോയിട്ട് ഞങ്ങൾക്ക് മദ്യം വാങ്ങിയിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് സാറേ, ഞങ്ങൾക്ക് എലപ്പുള്ളിയിൽ ഒരു മദ്യ വിൽപ്പനശാല അനുവദിച്ച് തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ താങ്കളുടെ അപേക്ഷ പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേർക്ക് മറുപടി കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം, ഒരു പൂന്തോട്ടം തന്നെ ഗവൺമെൻറ് കൊടുത്ത ഒരു വലിയ മനസ്സുള്ള ഒരു ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയുമാണ് നമുക്കുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കടയാണ് അയാൾ ആവശ്യപ്പെട്ടത്, മദ്യം വാങ്ങാനുള്ള ഒരു കടയാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് തന്നെ നല്ല മദ്യം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ, ബാബു, നല്ല മദ്യം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി, അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സ്പിരിറ്റ് അത് ഇവിടെ മിക്സ് ചെയ്ത് വിൽക്കുന്ന രീതിയിൽ നിന്ന് മാറി നാട്ടിൽ തന്നെ നല്ല മദ്യം കുടിക്കട്ടെ ആളുകൾ എന്ന ഒരു നല്ല ചിന്തയായിരിക്കാം ഒരു പക്ഷേ എക്സൈസ് മന്ത്രിക്കും ഒക്കെ ഉണ്ടായത്. എക്സൈസ് മന്ത്രിയുടെ പ്രതികരണവും നമ്മൾ തേടുന്നുണ്ട് ഈ വിഷയത്തിൽ. പഞ്ചായത്ത് ഇത്രയും പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ മയക്കുമരുന്നും മദ്യവുമാണ്.
വീണ്ടും വീണ്ടും മദ്യ ഉത്പാദനം നടത്തി വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് ഈ സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ നിർമ്മാണ കമ്പനി വരുന്നതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ഉള്ളത്. ആ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇത് കണ്ട് പഠിച്ച് വളർന്നു വരണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഈ ഒരു സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന ഈ പഞ്ചായത്തിൽ നാളെ ഇതൊരു സ്ഥാപനം വന്നാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കൊണ്ട് ഇവിടുത്തെ അമ്മമാരും മുത്തശ്ശിമാരും തൻ്റെ മക്കൾക്കും പേരമക്കൾക്കും കുടിക്കാൻ ദാഹജലം ചോദിച്ചാൽ മദ്യം എടുത്തു കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ എത്തിക്കാനാണോ ഇത്തരം ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നത്? നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്തായാലും എക്സൈസ് മന്ത്രിയോട് നേരിട്ട് തന്നെ. വളരെ നന്ദി ശ്രീമതി കെ രേവതി ബാബു, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഒരു നാട്ടിൽ ഒരു വ്യവസായ സ്ഥാപനം വരുമ്പോൾ ആ വ്യവസായ സ്ഥാപനം കൊണ്ടുണ്ടാകുന്ന മൂല്യം എന്താണ്, ആ വ്യവസായ സ്ഥാപനം കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്, ഇത് രണ്ടും വിലയിരുത്തി വേണം അതിന് അനുമതി കൊടുക്കാൻ. അപ്പോൾ അനുമതി എന്തായാലും കൊടുത്തു കഴിഞ്ഞു. ഇനി അക്കാര്യത്തിൽ കൂടുതൽ സർക്കാരിന് പറയാനുള്ളത് എന്താണ് എന്നതറിയാനും നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ശ്രീമതി കെ രേവതി ബാബു ഫോർ ജോയിനിങ് us.